ഓരോരാൾക്കും അവിടേക്കുള്ള വഴി വ്യത്യസ്തമാണെന്നേ ഞാൻ പറഞ്ഞത്. ഇതൊന്നും നമ്മൾ എത്തിയോ ഇല്ലയോ എന്നുള്ള മെഷർ ചെയ്യാൻ പോലും പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഞാനവിടെ എത്തണമെന്ന് വിചാരിച്ചു പോകുന്നതും എന്നെ അവിടെ എത്തുമ്പോൾ നിങ്ങൾ എന്നെ മെഷർ ചെയ്യുന്നതും ഒന്നും ഇമ്മെഷറബിളാണ്. ആരാണിത് മെഷർ ചെയ്യുക? ഇപ്പം നമ്മൾ ചില മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും കണ്ണടക്കൂ, ഡീപ്പ് ബ്രത്ത്, ഹോൾഡ് ഇറ്റ്. ഞാനും പണ്ട് ചെറുപ്പത്തിൽ വീട്ടിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഹോൾഡ് ഇറ്റ് എന്ന്. അപ്പോൾ ചെറിയ പിള്ളേരൊക്കെ പിഷ് കൊണ്ട് പോകും. ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രഷർ കുക്കറിന്ന് പോകുന്ന പോലെ പോവാ. അങ്ങനെ പറ്റില്ല വിടണം. ഞാൻ അതൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്, കാരണം അങ്ങനെയാണ് പഠിച്ചത് പണ്ട്. പിന്നെയാണ് ഗുരു പറഞ്ഞത് നിൻ്റെതല്ലാത്തൊന്നും നീ പിടിക്കരുത്, വായു നിൻ്റെതല്ലല്ലോ, പിന്നെ എന്തിനാ പിടിച്ചു വെക്കണേ? തൈലധാര ആണ് വേണ്ടത്. തൈലധാര എന്ന് പറഞ്ഞാൽ എന്താ? ഈ വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ തന്നെ ചടയെന്ന് താഴെ വീഴില്ലേ? ഇത് നെയ്യാണെങ്കിലോ ഇങ്ങനെ പോയാൽ പതുക്കെ പോയി ഇങ്ങനെ തിരിച്ചു നിൽക്കുന്ന സമയത്ത് പതുക്കെ അത് ഉള്ളിലേക്ക് പോകുന്ന പോലെ തോന്നും ഇല്ലേ? അതുപോലെ നമ്മുടെ ശ്വാസം എന്ത് വേണം? പതുക്കെ പോയി പതുക്കെ തിരിച്ചു വരുന്ന വിധത്തിലായാൽ അതിന് ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ചെയ്യാറില്ല. 40 വർഷമായിട്ട് 60 കിലോ ആണ്. എപ്പോഴെങ്കിലും എന്നെ അസുഖമായിട്ട് കിടക്കുന്നുണ്ടോ? കോൾഡോ കഫോ തലവേ ഒന്നുമില്ല എനിക്കിപ്പോൾ ഇതുവരെ, ഭഗവാൻ സഹായിച്ചു. എന്താ കാരണം? ഐ ആം ഹാപ്പി. ശരീര മനസ്സോ യോഗ പരസ്പരമനുവ്രജേത്. പിന്നെ ആകെ ഉള്ളത് ഇതാണ് ഒരസുഖം, വെള്ളം കുടിച്ചു ഓടിയും. അപ്പം ഞാൻ എത്രത്തോളം സംസാരിക്കുന്നോ അത്രത്തോളം ബ്രീത്തിങ് ടെക്നിക്കാണ് അല്ലേ? ഇപ്പം പ്രാണാപാന വ്യാനോധാന സമാനാമേ ശുദ്ധ്യന്താം ജ്യോതിരഹം രജാവി പത്മാഭാവ്യാസംഗ സ്വാഹ വാക്മന ചക്ഷു ശ്രോത്രഗ്രാജിഹ്വാരിതോ ബുദ്ധ്യാകൃതി സംഘം. എനിക്ക് അടക്ക് വലിക്കുന്നില്ലേ? അതിങ്ങനെ നീട്ടിപ്പോകുന്നതാണ് പ്രാണായാമം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും വലിച്ചുകൊണ്ടിരിക്കണം ഞാൻ, വേണ്ട ആവശ്യമില്ല. അത് നല്ല എൻവറോൺമെൻ്റൊക്കെയാണ്, പൊടിയൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ആരെങ്കിലും ചോദിക്കും ഞാൻ പ്രാണായാമം ചെയ്യണം, എവിടെയാണ് താമസിക്കുന്നത്? ഹൈദരാബാദിൽ. എവിടെയാണ് കൃത്യമായിട്ട് സ്ഥലം? അവിടെ ചെയ്യേണ്ട, അത് പൊല്യൂഷൻ കൂടുതലുള്ള സ്ഥലമാണ്. ഇത് വലിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഈ ഫിൽറ്ററൊന്നും വർക്ക് ചെയ്യില്ല, കംപ്ലീറ്റ് ലങ്സിൽ പൊടി കയറും. അപ്പോൾ എവിടെ ചെയ്യുന്നു? നമ്മൾ ഹിമാലയത്തിൽ പറഞ്ഞ പണി ഇവിടെ ചെയ്യാൻ പാടില്ല. മ്യൂസീഷ്യൻ പാട്ടുകാർ അത് തന്നെ ഉണ്ടായാൽ മതി. അതാ ഞാൻ പറഞ്ഞ അർത്ഥതലത്തിൽ നിൽക്കില്ല, ശബ്ദതലത്തിലാണ് നിൽക്കാന്ന് അർത്ഥം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യം നമ്മളിൽ വേണം, ഇതിൻ്റെ അർത്ഥം എന്താണ്? അത് ചിലപ്പോൾ തെറ്റായിരിക്കും. ഇപ്പം ഞാനൊക്കെ ഇപ്പം ദേവി മഹാത്മ്യം പഠിച്ചത് വീട്ടിൽ ഭക്ഷണം കിട്ടണമെങ്കിൽ ദേവി മഹാത്മ്യം ചൊല്ലണം, ധ്യാന ശ്ലോകമെങ്കിലും. അത് ചൊല്ലിക്കൂട്ടാന്ന് പറയാം, ചൊല്ലിക്കൂട്ടിയാലേ ശാപ്പാട് തരുള്ളൂ, അതുകൊണ്ട് ചൊല്ലുതാ. എൻ്റെ അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ 40-46 വയസ്സാകുമ്പോഴാണ് ഇത് ദേവി മഹാത്മ്യാന്ന് പോലും മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അന്ന് പഠിച്ചത് കൊണ്ട് പഠിഞ്ഞു. ഇപ്പം അത് പറ്റുമോ? ഇപ്പം എനിക്ക് പഠിക്കാൻ പറ്റില്ല അത്ര എളുപ്പത്തിൽ. എല്ലാം. പക്ഷേ ഈ സഹസ്രനാമം നമ്മളങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയാനുള്ള കാര്യം, ഞാനിപ്പോൾ ഒരാളെ ഇഷ്ടമായിട്ട് മോനെ തങ്കം ചക്കരെ മോൻ എന്നൊക്കെ വിളിക്കുമല്ലോ, അതുപോലെ ഒരു കവി വിളിച്ചതാണ് ദേവിയെ. ഞാനിത് വെറുതെ ബൈഹാർട്ട് വിളിച്ചിട്ട് മോനെ ചക്കരെ തങ്കം പൊന്നെ എന്നൊക്കെ വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? വളരെ ആർട്ടിഫിഷ്യൽ ആവില്ലേ? മനസ്സിലാവുണ്ടോ? ആരോ ഒരാളെ സ്നേഹത്തോട് വിളിച്ചത് ഞാൻ ബൈഹാർട്ട് പഠിച്ചിട്ട് വേറൊരാൾ വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? എൻ്റെ ഉള്ളിൽ നിന്ന് വരണം അത്. ഞാൻ പറഞ്ഞത് അത് നമ്മൾ അറിഞ്ഞു ചൊല്ലും. അതെ, അത് അറിയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പലരും എന്നോട് ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ആർക്കോ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞത് ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു. അതുപോലെ എന്നോട് ഒരാൾ ഒരു കുട്ടി ചോദിച്ചു, ഒരു ആരൊരാൾ, കുട്ടിയാണോ അച്ഛനാണോ പയ്യനാണോ എന്ന് എനിക്കറിയില്ല, ഈ മെസ്സേജ് ഡു യു ബിലീവ് ഇൻ ഗോഡ്? നോ. അവന് സമാധാനമായിക്കോട്ടെ വെച്ചിട്ട് പിന്നെ ചോദ്യമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഇന്ന ടോക്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ ഭഗവാന്റെ കാര്യം. അപ്പം അത് എനിക്ക് അറിയാം ഭഗവാനെ. എന്താ പറഞ്ഞത്? എനിക്ക് ഇതെന്താ സാധനം? ഇത് വെള്ളം. ആദ്യം ഇത് വെള്ളം എന്നുള്ള സങ്കല്പത്തിലല്ലേ ഞാൻ കുടിക്കണേ. കുടിച്ചു കഴിയുമ്പോൾ എനിക്ക് ബിലീഫാണോ അറിവാണോ? അറിവാണ്. അപ്പം ആദ്യം ഇയാൾ എൻ്റെ അച്ഛനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുമോ, അല്ല അച്ഛനാണെന്ന് അറിയുമെന്ന് പറയുമോ? മനസ്സിലാവുന്നുണ്ടോ? ആദ്യം ആരോ പറഞ്ഞു കേട്ടിട്ടുള്ള വിശ്വാസം, പിന്നെ എൻ്റെ അനുഭവത്തിലൂടെ അറിവ്. അപ്പം നമുക്ക് എന്താ ഉണ്ടാവേണ്ടത്? പിന്നെ അറിവുണ്ട്. വിശ്വാസത്തിൽ നിന്ന് അറിവിലേക്കുള്ള യാത്രയാണ് ജ്ഞാനം.
തെറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ അറിയുമ്പോൾ അത് സ്നേഹത്തോടു കൂടി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. ശത്രുബുദ്ധിർ വിനാശായ. എന്താ ശത്രുബുദ്ധിർ വിനാശായ? ശത്രുവിൻ്റെ ബുദ്ധി നശിച്ചു പോട്ടെ. ശത്രുവിൻ്റെ ഇയാളെ ശത്രുവാന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ആരാണ് ശത്രുതാ ബുദ്ധി ആരിലുള്ളത്? അയാളിലാണോ എന്നിലാണോ? എന്നിലാണ്. അത് നശിക്കണേന്നാണ്. അതല്ലാണ്ട് നമ്മൾ ശത്രു ബുദ്ധി എടുത്തിനാ എൻ്റെ ബുദ്ധി നശിച്ചു പോട്ടെ. ഇപ്പൊ ചെല്ലുമ്പോ അത് അറിഞ്ഞുകൊണ്ട് ചെല്ലുമ്പോഴുള്ളൊരു സുഖം. വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ശിവസഹസ്രനാമം അല്ലെങ്കിൽ രാമസഹസ്രനാമം ചൊല്ലുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. രാമായണം വായിച്ചു എന്ത് വേണം ഒന്നും ചൊല്ലിട്ട്. ഏതാ മഹാമന്ത്രം? ഹരേ രാമ ഹരേ കൃഷ്ണ, അതാണ് മഹാമന്ത്രം. മഹാമന്ത്രം കയ്യിലുള്ളപ്പോ എന്തിനാ ഈ വലിയ നീട്ടി വലിച്ചിട്ടൊക്കെ ചൊല്ലണേ? മനസ്സിലാവുണ്ടോ? മഹാമന്ത്രം എൻ്റെ കയ്യിലുള്ളപ്പോൾ ഞാൻ എന്തിനാ അതൊക്കെ ചെയ്യണേ? ഞാൻ എന്തിനാ വിറ്റമിൻ ടാബ്ലറ്റ് കഴിക്കണേ? എല്ലാ ദിവസവും നന്നായിട്ട് സമീകൃത ആഹാരം കഴിച്ചാൽ പോരെ? ഓരോരു ക്യൂല് നിന്നിട്ട് എന്ത് ചെയ്യും? മന്ത്രം ഒന്നും ആവശ്യമില്ല. മഹാമന്ത്രം നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. അത് ഫ്രീ ആയിട്ട് ഭഗവാൻ തന്നിട്ടുണ്ടോ? ചൊല്ലാം. എന്തും ആവാം. ഞാൻ അവിയൽ കൂട്ടുന്നതാണോ നല്ലത്, സാമ്പാർ കൂട്ടുന്നതാണോ എന്ന് ചോദിച്ചാൽ രണ്ടും കൂട്ടിക്കോ. ഇതാണ് നല്ലത്, ഇതാണ് മോശം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നും. ഇതെല്ലാം ഒന്നാണ്. എല്ലാത്തിൻ്റെയും പരാശക്തി, ആദിപരാശക്തി. ഡോക്ടർ TPS ഒരു ബുക്കുണ്ട്. ആദിപരാശക്തി എന്ന് പറയുന്നതാണ് നമ്മുടെയൊക്കെ അമ്മ. ആ അമ്മയുടെ കൊച്ചു മക്കളാണ് ഈ പറയുന്ന കൃഷ്ണനും വിഷ്ണുവും ബ്രഹ്മാവും ഓരോ ദേവീ സങ്കല്പങ്ങളും. നമ്മൾ പറയുന്ന സപ്തമാതൃക്കളും ദശമഹാവിദ്യ. ഡോക്ടർ TPS അടുത്ത പുസ്തകം. ആ ദശമഹാവിദ്യയും ഒക്കെ ദേവിയുടെ വ്യത്യസ്ത സങ്കല്പങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത ഭാവത്തിലാണ്. അപ്പം അതിൽ ഞാൻ ത്രിപുരസുന്ദരിയെ ഇഷ്ടപ്പെടും. എപ്പോ? ഞാൻ ആ പ്രായത്തിൽ 17-കാരിയാണ് എനിക്കിഷ്ടം. ഈ പ്രായത്തിൽ 17-കാരി ഇഷ്ടപ്പെടണോ ഞാൻ? എനിക്ക് ആരെയാണ് ഇഷ്ടം? ധൂമാവതിയെയാണ് ഇഷ്ടം. ശ്മശാനത്തിലേക്ക് പോകാൻ റെഡിയായി. ഇനി കുറച്ച് കാലം മുമ്പ് 10-40 വയസ്സൊക്കെ ആകുമ്പോൾ എനിക്ക് കംപ്ലൈൻ്റ് ഒക്കെ വരുമ്പോൾ ഞാൻ ആരെടുത്താ പറയുക? ഒന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ ഞാൻ ദുർഗമ്മയോടെ പറയാം. അപ്പോൾ ദുർഗയാണ് എനിക്കിഷ്ടം. നമ്മൾ ഓരോ പ്രായത്തിലും, ഞാൻ എപ്പോഴോ ഒരു പ്രാവശ്യം കൊടുങ്ങല്ലൂർ പ്രഭാഷണത്തിന് വിളിച്ചതല്ല, വേറൊരാളുടെ പ്രഭാഷണം കേൾക്കാൻ പോയപ്പോഴാണ് പ്രഭാഷക വന്നില്ല. അപ്പോൾ ലക്ഷ്മി കുമാരിയമ്മയാണ് അവിടുത്തെ അമ്മ. അവർ പറഞ്ഞു കുഴപ്പമില്ല, ആൾ വന്നില്ലെങ്കിൽ ഡോക്ടർ TPS പ്രഭാഷണം നടത്തിക്കോളൂ. അപ്പോൾ ചോദിച്ചാൽ എന്താ പറയുക, കൊടുങ്ങല്ലൂർ പ്രഭാഷണമല്ലേ. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മക്ക് എത്ര പ്രായമായി ആലോചിച്ചിട്ടുണ്ടോ? കൊടുങ്ങല്ലൂർ അമ്മക്ക് എത്ര പ്രായമായി? കൊടുങ്ങല്ലൂർ അമ്മ ദുർഗയാണോ, അല്ല ധൂമാവതിയാണോ, അല്ല ത്രിപുരസുന്ദരിയാണോ? മനസ്സിലാവുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ബാലകൃഷ്ണനാണോ, മാധവനാണോ, അല്ല ഉണ്ണികൃഷ്ണനാണോ എന്നാണ് എൻ്റെ ചോദ്യം. മഹാവിഷ്ണുവാണ്, പക്ഷേ ബാലരൂപത്തിൽ. ആ സങ്കല്പം അറിഞ്ഞാൽ നമ്മുടെ, അതുകൊണ്ടാണ് ഭഗവാന് വ്യത്യസ്തമായ പ്രായം കൊടുക്കുന്നത് അല്ലേ? ആ ബാലരൂപത്തിൽ കാണുന്ന ഭഗവാനെ ചിലപ്പോൾ ഞാൻ അന്നൊരു ഡോക്ടർ രേണുക ആദ്യമായിട്ടൊരു പാട്ട് പാടി. അപ്പം ഞാൻ പറഞ്ഞു, രേണുക നീ ഒരു ചെറിയൊരു പ്രശ്നം ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ബാലകൃഷ്ണൻ്റെ രൂപം വിചാരിച്ച് മടിയിൽ വെച്ചിട്ട് ഉണ്ണികൃഷ്ണൻ ഇരുത്തിയപ്പോഴാണ് നേരെ മാധവനാക്കിയത്. അപ്പോൾ ഞാൻ പുറത്തിറക്കി അടുത്ത് പിന്നെയും ചെറുതാക്കി. ഇല്ലേ, ഞാൻ പറഞ്ഞില്ലേ? നമ്മളത് കേൾക്കല്ല ചെയ്യണേ, ഞാൻ അനുഭവിക്കുക ചെയ്യണേ. ആദ്യമായിട്ട് ചൊല്ലിയാണ്. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെട്ട ദിവസം പാടിയ പാട്ടിന് ഞാൻ എന്ത് കാണുന്നു? നമ്മളത് പാടുമ്പോൾ സങ്കല്പത്തിൽ പോകുന്ന സമയത്ത് ഉണ്ണിക്കണ്ണൻ എന്ന് പറയുമ്പോൾ, നമ്മുടെ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു ബോധം ഉണ്ടല്ലോ. അത് ഒന്ന് ഉടനെ മാധവനാക്കിയിട്ട് രാധാകൃഷ്ണനാക്കിയാലോ? പിന്നെ ഇപ്പം എങ്ങനെ വളർന്നു നമ്മൾ അന്വേഷിക്കില്ലേ?